ഹായ് ഓൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മെക്കാനിക്കൽ സ്ട്രീമിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരവുമായി ഒരു കേരള PSC വന്നിരിക്കുകയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറിയാം, ലൈവായിട്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അവർക്ക് ആഡ് ഓൺ ആയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ITA ലെവലിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. പോസ്റ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 ആണ്. ഇത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. 1/7/2026 വരെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ അപേക്ഷിക്കാനുള്ള സമയമുള്ളത്. ഇനി കാറ്റഗറി നമ്പറും അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. 33/2026 എന്ന നമ്പറിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 എന്നാണ് ഈ പോസ്റ്റിന്റെ പേര്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,100 തുടങ്ങി 57,900 വരെ വരുന്ന ഉയർന്ന സാലറിയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു നമ്പർ ഓഫ് വേക്കൻസി ഒരെണ്ണം മാത്രമാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരാളും അപേക്ഷിക്കാതിരിക്കരുത്. കാരണം പല വേക്കൻസികളും ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നത് ആന്റിസിപ്പേറ്റഡ് ആയിട്ടാണ്. അവിടെയാണ് ഒരു വേക്കൻസി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഈ നമ്പർ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. ഇനിയും ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. എന്നാൽ OBC വിഭാഗങ്ങൾക്ക് 3 വയസ്സ് വരെയും ഒപ്പം തന്നെ SC ST വിഭാഗങ്ങൾക്ക് 5 വർഷം വരെയും ഇളവ് ലഭിക്കുന്നതാണ്. OBC വിഭാഗങ്ങൾ MCL ആണെങ്കിൽ മാത്രം, അതായത് നോൺ ക്രിമിനൽ കാറ്റഗറി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ജനറൽ ആയിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനിയും ഇതിന്റെ യോഗ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്ട് ബേസ് നിങ്ങൾ ITA പാസ് ആയിരിക്കണം. ഒപ്പം തന്നെ SSLC പാസ് ആയ ശേഷം നേടിയിരിക്കുന്ന IT ആയിരിക്കണം. അത് നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ നേടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇനിയും ഇതിന്റെ ഇക്വലൻസി ഓർ ഹയർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ NDC ബ്ലാക്ക് സ്മിത്ത് ആണ് പറയുന്നത്. അതിൽ തന്നെ എന്തൊക്കെയാണ് ഇതിന് ഇക്വലൻസി ആയിട്ട് വരുന്നത് നോക്കാം. അതിൽ തന്നെ ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഇതിൽ ഓൾറെഡി വരുന്നൊരു കണ്ടന്റ് ആണ്. ഇനി NAC സർട്ടിഫിക്കറ്റ് ഫോർജർ ആൻഡ് ഹീറ്റ് ട്രേറ്റർ, അതുകൂടാതെ NDC ഫോർജർ ആൻഡ് ഹീറ്റ് ട്രേറ്റർ, അതുപോലെ സ്മിത്തി ഫോർജിങ് ആൻഡ് ഹീറ്റ് ട്രേറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ സ്ട്രീമും ഇവിടെ ഹയർ യോഗ്യതയായിട്ട് വെച്ച് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഇതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാവുന്നതാണ്. അന്ന് ഈ ഒരു എക്സാമിനേഷൻ വിളിച്ചത് 2018 നോട്ടിഫിക്കേഷൻ പ്രകാരമായിരുന്നു. അന്ന് DOE നിലവിൽ വന്നത് 16/8/2022 അന്ന് ഈ എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്ന 67.67 മാർക്കായിരുന്നു. അന്ന് മാക്സിമം മാർക്ക് ആ പരീക്ഷയിൽ സ്കോർ ചെയ്തത് 76 മാർക്കായിരുന്നു. അതിൽ നിന്ന് 6 പേർക്ക് അഡ്വൈസ് പോവുകയും 12 പേരുടെ റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 50% കാൻഡിഡേറ്റ്സിന് നിയമനം നൽകി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ നിലവിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം, മെക്കാനിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മറ്റ് എക്സാമിനേഷനൊപ്പം തന്നെ പഠിച്ച് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുവാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയും തയ്യാറെടുക്കുകയും ചെയ്യുക. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.